ആദരണീയനായ മാസ്റ്റർ, സോറി സാറേ, മറ്റ് അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, കൊഴുവനാലിൻ്റെ രാജകുമാരിമാർ, രാജകുമാരന്മാർ, ഇന്ന് ആഗസ്റ്റ് 14 അല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ? ആഗസ്റ്റ് 15 എന്നാ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി അല്ലേ? സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നൊരു പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പുസ്തകം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സ്കൂളിലെ ഫിസിക്സും കണക്കും സോഷ്യൽ സയൻസും അല്ലാതെ വേറെ പുസ്തകങ്ങൾ വായിക്കുന്ന ആരുമില്ല? അപ്പൊ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് എഴുതിയതാരാ? ഇന്ത്യക്കാരല്ല, വിദേശികളായ 2 പേർ എഴുതിയ പുസ്തകമാണ്. ലാരി കോളിൻസ് ആൻഡ് ഡൊമിനിക് ലാപ്പിയർ. കേട്ടോ, അത് ഓർത്തു വെക്കണം. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന പുസ്തകമാണിത്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയും. അപ്പോൾ അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അല്ലേ, രാത്രിക്ക് എന്താ പ്രശ്നം? ഇരുട്ടാണ്. അർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മൾ വെളിച്ചത്തിലേക്ക് മുന്നോട്ടുള്ള കാലം, കഴിഞ്ഞ 75 വർഷക്കാലം അല്ലെങ്കിൽ 77 വർഷക്കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു വരിക. നമ്മൾ ഏത് മേഖല നോക്കിയാലും ഇന്ത്യ പുരോഗതിയിലേക്ക് നടന്നെടുക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇപ്പോഴും മറ്റ് പല ബഹുരാഷ്ട്ര ശക്തികളും, ഇപ്പോൾ നിങ്ങൾ അമേരിക്ക ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? നമ്മുടെ 50% നമ്മുടെ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ പോലെ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ അമേരിക്കയിലേക്ക് നമ്മൾ നന്നായിട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അതിനൊക്കെ വലിയ രീതിയിലുള്ള ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സാധനങ്ങൾക്ക് അവിടെ വില കൂടും. അപ്പോൾ ആളുകൾ മേടിക്കുമോ? ഇല്ല. അപ്പം അങ്ങനെ നമ്മളെ തളർത്താനുള്ള ശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ സാമ്പത്തിക ശക്തികളിൽ 2 വർഷം മുൻപ് നമ്മൾ 5ാമതായി. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ എത്രാമതായി വന്നിട്ടുണ്ട്? 4ാമതായി. ജപ്പാന്റെ ഒപ്പം. ജപ്പാനും ഇന്ത്യയും ഏകദേശം ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ എമൗണ്ടാണ് 2 പേരുടെയും GDP-യിൽ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളൊരു ശക്തിയായി വളർന്നു വരുമ്പോൾ അത് ഇന്ത്യ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ 3 തരത്തിലുള്ള, നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, 3 തരത്തിലുള്ള രാജ്യങ്ങളെ കുറിച്ച് പറയുന്നു. വികസിത രാജ്യങ്ങളും പിന്നെ എന്താ വികസ്വര രാജ്യങ്ങളും പിന്നെ എന്താ ഉള്ളത്? അവികസിത രാജ്യങ്ങൾ അല്ലേ? ഇന്ത്യ ഏതിനകത്ത് പെടും? അവികസിതമാണോ? അല്ല, പിന്നെ എന്താ? വികസ്വരം. വികസ്വരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? ഡെവലപ്പിംഗ് ആണ്. അപ്പൊ നമ്മൾ 2047 ആകുമ്പോൾ എന്താ 2047ന്റെ പ്രത്യേകത എന്തായിരിക്കും? പറഞ്ഞേ. ഞാനിങ്ങനെ പറഞ്ഞ നിങ്ങൾ കേട്ടിരിക്കാനല്ലോ. നമ്മളൊരു അല്ലേ, 2047 പ്രത്യേകത എന്താ? നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് 100 വർഷമാകും. അപ്പൊ 100 വർഷമാകുമ്പോൾ നമ്മുടെ സ്വപ്നം എന്താ? ഇന്ത്യ എന്താകണം? ഒരു വികസിത രാജ്യമായിട്ട് മാറും അല്ലേ? ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താ? നിങ്ങളുടെ വീട്ടിലെ
നിങ്ങളുടെ അപ്പനും അമ്മയും വീട്ടിലെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കണക്ക് കൂട്ടുന്നത് എന്താ? അല്ലെങ്കിൽ എന്തിനെ? ആരെ? നിങ്ങളെ അല്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് ആരാ? രാജ്യത്തിലെ ജനങ്ങൾ. ജനങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഭാവിയിലേക്ക് ഇനി മുന്നോട്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ജനങ്ങൾ ആരാ? ചെറുപ്പക്കാരാ, അല്ലേ? യുവജനങ്ങളാണ്, വിദ്യാർത്ഥികളാണ്, അല്ലേ? ഇപ്പൊ 2047 എന്ന് പറയുമ്പോൾ നമ്മൾ 2025 ആയിട്ടേ ഉള്ളൂ, അല്ലേ? ഇനി 22 വർഷം കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളാണ് 22 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രായം നിങ്ങൾ കണക്കൂട്ടിയാൽ നിങ്ങൾക്കറിയാം. അപ്പൊ ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആകാൻ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻസ് നൽകാൻ പറ്റുന്ന ആളുകളാരാണ്? ഇപ്പോൾ സ്കൂളുകളിൽ പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 10 അനുച്ഛേദം ജയില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കടമകൾ, നമുക്കൊരു വലിയ കടമയുണ്ട്. എന്താണ്? ടു എക്സൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഏറ്റവും നല്ലത് നമ്മൾ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ, പ്രത്യേകിച്ച് NCERT ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എനിക്ക് ഒരുപക്ഷെ SCERT ആയിരിക്കുമല്ലോ. അപ്പൊ നാഷണൽ കരിക്കുലം ഫോളോ ചെയ്യുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് കുട്ടികളുടെ ഡ്യൂട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് പാലിക്കുകയാണെങ്കിൽ, അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. 2047 നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആകും. അത് ആകാതിരിക്കാൻ അല്ലെങ്കിൽ ആക്കാതിരിക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ഈ പറയുന്ന ബഹുരാഷ്ട്ര ഭീമന്മാരൊക്കെ ചെയ്യുന്നത്. കാരണം ഇന്ത്യ നല്ലൊരു മാർക്കറ്റാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ, അല്ലേ? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എന്തും വാങ്ങാനും ആരുടെ പ്രോഡക്റ്റ് വാങ്ങാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ ഈ മാർക്കറ്റിൽ വേണ്ട സാധനങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ വിപണനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഇന്ത്യയെ കൊണ്ട് ജീവിക്കുന്ന മറ്റു രാജ്യങ്ങളും, അല്ലേ? അപ്പൊ അത് ഏത് മേഖലയാണെങ്കിലും, സാങ്കേതിക മേഖലയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വലിയ കമ്പനികൾ സാങ്കേതിക മേഖലയിൽ ഗൂഗിളും ആപ്പിളും മൈക്രോസോഫ്റ്റും, അല്ലേ, ഓപ്പൺ എഐ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കിയതല്ല. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ CEO പോലെയുള്ള അല്ലെങ്കിൽ CFO പോലെയുള്ള പോസ്റ്റുകളിൽ വരുന്നതൊക്കെ ആരാ? ഇന്ത്യക്കാർ, അല്ലേ? ഗൂഗിൾ ആൽഫബറ്റ് CEO ആരാ? സുന്ദർ പിച്ചെ, അല്ലേ? മൈക്രോസോഫ്റ്റ് ആരാണ്? സത്യ നാദല്ല, അല്ലേ? ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ ആരാണ്? നമ്മുടെ ചെറുപ്പക്കാർ, അല്ലേ? നമ്മുടെ ചെറുപ്പക്കാർ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ തന്നെ ഈ പറയുന്ന ലാർജ് ലാംഗ്വേജ് LLMകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഈ നമ്മുടെ ഈ അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ വരുന്ന പ്രോഡക്റ്റുകൾക്ക് പിന്നെ ഇന്ത്യയിൽ ആവശ്യമുണ്ടോ? അപ്പൊ ഇനി നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ അവരുടെ പ്രോഡക്റ്റുകളിൽ നമ്മൾ ഇപ്പൊ സോഫ്റ്റ്വെയർ മേഖലയൊക്കെ ആണെങ്കിലും നല്ല എഞ്ചിനീയർമാരാണ് നമ്മൾ. നന്നായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യും, നമ്മൾ അപ്സ്കിൽ ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്തായി, നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇനി
നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ ഒരു മേഖലയിലേക്ക് നിങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. സ്കിൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ അതൊക്കെ ഇനി മുമ്പോട്ട് നമ്മുടെ രാജ്യം കൂടുതൽ ശ്രദ്ധിക്കും, എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിരിക്കുക. അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ സ്കൂളിൽ IIP ഒക്കെ ഉണ്ടല്ലേ, IIPയിലെ പ്രോഗ്രാം, അതുപോലെ ഇൻസ്പയറിംഗ് മൈൻഡ്സ് ഉണ്ടായിരിക്കും. IIP ഒക്കെ നിങ്ങൾ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കും. അപ്പോൾ നിങ്ങളെയൊക്കെ സ്വയം സംരംഭകരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നുണ്ട്, നല്ലപോലെ പൈസയൊക്കെ തരുന്നുണ്ട്, നിങ്ങളുടെ ഐഡിയാസ്. അപ്പോൾ നിങ്ങൾ അതിനകത്തൊക്കെ പങ്കെടുക്കുന്നുണ്ട് അല്ലേ, നിങ്ങളുടെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. അങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വികസനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പിന്നെ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, നിങ്ങളൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലേ, അതിന് കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണോ? ആ ദിവസമൊക്കെ അങ്ങനെയാണ്, എനിക്കറിയാം. പക്ഷെ നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിന് പിറകെ പോകാൻ പറ്റും. അപ്പോൾ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു മേഖല, അത് ഏതുമായിക്കോട്ടെ, എനിക്കിപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയുക. ചില കുട്ടികൾക്ക് വാഹനങ്ങൾ ഇഷ്ടമായിരിക്കും, ഓട്ടോമൊബൈൽ അല്ലേ, വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യം, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലേക്ക്, അല്ല നമ്മൾ ഈ റീൽസും, നിങ്ങൾ ഇൻസ്റ്റയിൽ ഇല്ലേ ഒരുപാട് പേര് ഇല്ലേ, സ്നാപ്ചാറ്റ് ഉണ്ടോ? സ്നാപ്പിലുള്ളവരുണ്ടോ? ഇല്ല. ഡിസ്കോഡ് ഉണ്ടോ? ഡിസ്കോഡ് ഉണ്ടോ? അതെന്നാണോ? ഇല്ലേ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി സമയം ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് വരിക, നമ്മുടെ നോട്ടിഫിക്കേഷൻസും അങ്ങനെയുള്ളതായിരിക്കും അല്ലേ. നമ്മൾ കാണുന്നതനുസരിച്ചല്ലേ, നമ്മുടെ കണ്ടന്റ് അനുസരിച്ചല്ലേ നോട്ടിഫിക്കേഷൻ വരും. ഭാവിയിൽ നിങ്ങളെ വിലയിരുത്താൻ പോകുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന കണ്ടന്റ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന കണ്ടന്റും അനുസരിച്ചായിരിക്കും. കാരണം നമ്മളെ ഇപ്പം നിയന്ത്രിക്കുന്ന ആരൊക്കെയാണ്? ഇപ്പം ഞാൻ കൊഴുവന സ്കൂളിൽ ഇപ്പം ഇവിടെ നിൽപ്പുണ്ട് എന്ന്, അല്ലെങ്കിൽ ഞാനിന്ന് കൊഴുവന സ്കൂളിൽ വന്നില്ല എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റിയ എന്താ കാരണം? ഞാൻ വന്നപ്പം എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്മാർട്ട് ഫോൺ അല്ലേ, ശരിയല്ലേ? ഈ സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം എനിക്കൊരിക്കലും എന്ത് പറയാൻ പറ്റിയല്ല, ഞാനിവിടെ വന്നില്ല എന്ന് പറയാൻ പറ്റിയ. ഇത് ആർക്കറിയാം ഞാനിവിടെ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന്? ആർക്കറിയാം? ഗൂഗിളിന് അറിയാൻ മേലേ? അറിയാമല്ലോ അല്ലേ? അറിയാൻ മേലേ? ഞാനിവിടെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മളങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അതുപോലെ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർ കാണുന്നില്ല. എല്ലാം വ്യക്തമായിട്ട് ആർക്കറിയാം? ഞാൻ ഒരു വീഡിയോ കാണും, എന്നിട്ട് ഞാൻ പറയും ഞാൻ അത് കണ്ടിട്ടില്ല എന്നെനിക്ക് തർക്കിച്ച് വിജയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും, രക്ഷപ്പെടുവോ? ഞാൻ ഇല്ല അല്ലേ. നമ്മൾ എന്ത് കണ്ടന്റ്, നമ്മൾ എന്ത് ചെയ്താലും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്, യു ആർ അണ്ടർ CCTV അല്ലേ, സർവൈലൻസ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം നിരീക്ഷിക്കപ്പെടുകയാണ്. നമുക്കൊന്നും പ്രൈവസി അല്ലേ. നിങ്ങളുടെ റൂമിനകത്ത് കയറി അടച്ചിട്ടിരുന്ന നിങ്ങൾ കണ്ടിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുക അടച്ചിട്ടില്ല, അപ്പനും അമ്മയും കാണുന്നില്ല, ഇതെല്ലാം അറിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ചെയ്തു, വല്ല കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ വിലയിരുത്തപ്പെടാൻ പോകുന്ന എന്തിന്റെ ബേസിലാണ്? മുന്നോട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ
നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് എന്ന് നിങ്ങളെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കുക. നിങ്ങളുടെ മെയിൽ മുതൽ എല്ലാം നിങ്ങളുടെ മെയിൽ ലിങ്ക്ഡാ അല്ലേ? ഇനി ഇപ്പം നിങ്ങൾക്ക് അഡ്രസ്സില്ല, ഇന്ന വീട്ടിലെ ഇന്ന മകൻ എന്നൊക്കെ പറഞ്ഞാണോ നിങ്ങളുടെ അഡ്രസ്സ്? അല്ല. നിങ്ങൾക്ക് വരുന്ന അഡ്രസ്സ്, നിങ്ങൾക്ക് വരുന്നതെല്ലാം എന്താ? നിങ്ങളുടെ മെയിലിലേക്കാവും അല്ലേ? നിങ്ങളുടെ മെയിലിലേക്കെല്ലാം വരാൻ പോകുന്നു. അല്ല നമ്മുടെയൊക്കെ ഒന്നും പോസ്റ്റ്മാനിനെ കൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ വരാൻ തരുന്നുണ്ടോ? കാര്യമായിട്ട് ഉണ്ടോ? ഇല്ല. പണ്ടിങ്ങനെ അല്ലായിരുന്നു. അപ്പം നിങ്ങളുടെ മെയിൽ ഐ ഡിയാണ്, അതെല്ലാമായിട്ട് ലിങ്ക്ഡാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എല്ലാം ആയിട്ട് അത് ലിങ്ക്ഡാണ്. അപ്പം നിങ്ങൾ എന്ത് കാണിച്ചാലും അത് അറിയാൻ പറ്റും. അപ്പം നിങ്ങളെ അനലൈസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ അനലൈസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ അനാലിസിസിന് വിധേയമാക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന കണ്ടന്റ്, നമ്മൾ കാണുന്നത്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. അത് മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ച് വേണം എവിടെ ഇടപെടാൻ. സോഷ്യൽ മീഡിയ കാണുന്ന എന്തും കയറി പോസ്റ്റ് ചെയ്യുന്ന പരിപാടി നടത്തരുത്. രസത്തിലൊക്കെ ആയി, പക്ഷെ നമ്മൾ അവിടെ നമ്മുടെ വിലയിരുത്തപ്പെടുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. പല കുട്ടികൾക്ക് അബദ്ധം പറ്റുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമയം ഏകദേശമായി കാണും. ഇപ്പോഴാണ് നിങ്ങളുടെ ടൈം 1 മണിയാണ്. കഴിഞ്ഞു പോയ ബെല്ലടിച്ചതാ. അപ്പോൾ ഞാൻ ഓവറാണ് അല്ലേ? സമയം കടന്നുപോയി. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ 2 വർഷങ്ങളിൽ എനിക്ക് ഇതുപോലെ എൻ്റെ പൂർവ്വ വിദ്യാലയത്തിൽ ഞാനിവിടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. പൂർവ്വ വിദ്യാലയത്തിൽ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ 36 കൊല്ലമായി, 36 വർഷമായി സ്കൂളിൽ നിന്ന് അല്ലേ? നമ്മളെ ജോർജ് സാറ് പറയുന്ന പോലെ 36 അല്ലേ വർഷമായി മെൻസ് ഞാൻ ഈ പരിപാടിയിലെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ 36 വർഷമായി ഇവിടെ നിന്നിറങ്ങി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ വെറുതെ സ്വാതന്ത്ര്യ ദിനമെന്ന് പറഞ്ഞ് പതാക ഉയർത്തിയിട്ട് മിഠായി കൊടുത്ത് വിടുന്നതിന് പകരം ഇങ്ങനെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കുന്ന പല ക്ലാസ്സുകളായിരിക്കും വന്നിരിക്കുന്നത് അല്ലേ? നല്ല കാര്യം. അങ്ങനെ ഉള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ സോണി സാറിന് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങളും അതുപോലെ മറ്റ് അധ്യാപകർ സാറിനെ സഹായിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഏതായാലും കുറേ പേര് ഇത് കേട്ടില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പ്രസംഗത്തിൻ്റെ കുഴപ്പമല്ലേ, ആൾക്കാർ കേട്ടില്ലേ കാര്യമില്ല. കുറച്ച് പേരൊക്കെ അവിടെ വരുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.